solute, solvent, solution. Solute means a substance that dissolve is called solute. Solvent, the substances in which it dissolves is called solvent. Solution, a solution is formed when the solute is dissolved in the solvent. അപ്പോൾ ഇത് എന്താണെന്ന് പറയുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു എക്സാമ്പിൾ മിസ് കാണിച്ചു തരാം. അങ്ങനെയാകുമ്പോഴാണ് നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ, ഇവിടെ ഒരു ബീക്കർ എടുത്തു. ആ ബീക്കറിൽ ഉള്ളത് വാട്ടറാണ്. അപ്പോൾ ആ വാട്ടറിനെയാണ് നമ്മൾ സോൾവെൻ്റ് എന്ന് വിളിക്കുക. എല്ലാ സമയവും വാട്ടർ സോൾവെൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഈ ഇയറിൽ, അതായത് അത് വലിയ ക്ലാസ്സുകളിലാണ് ഡീപ്പായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ഇയറിൽ നമുക്ക് പഠിക്കാനുള്ളതിൽ വാട്ടറാണ് അവിടെ സോൾവെൻറ്റ്. അപ്പോൾ എപ്പോഴും വാട്ടർ സോൾവെൻ്റ് ആയിരിക്കും എന്നുള്ളത് മിസ്സിൻ്റെ മക്കൾ ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ്, ഒരു ബീക്കർ എടുത്തിട്ട് അതിൽ വാട്ടറാണ് എടുത്തത്. അപ്പോൾ വാട്ടറിനെ നമ്മൾ സോൾവെൻ്റ് എന്ന് പറഞ്ഞു. ഇനി അതിലോട്ട് നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്താൽ, ഇപ്പോൾ നമുക്കൊരു ഷുഗർ സൊല്യൂഷൻ, ഒരു പഞ്ചസാര വെള്ളം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താണ്, വാട്ടറിലോട്ട് ഷുഗറാണ് ആഡ് ചെയ്യുക അല്ലേ, പഞ്ചസാര ആഡ് ചെയ്യും. അപ്പോൾ എന്താണോ നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യുന്നത് ആ സാധനത്തിനെയാണ് നമ്മൾ സൊല്യൂട്ട് എന്ന് പറയുക. ഇപ്പോൾ ഷുഗർ സൊല്യൂഷൻ, പഞ്ചസാര വെള്ളം കിട്ടണമെങ്കിൽ വെള്ളത്തിലോട്ട് നമ്മൾ പഞ്ചസാര ഇട്ടു. അപ്പോൾ ഈ യെല്ലോ കളറിലുള്ളത് പഞ്ചസാര, ബ്ലൂ കളറിലുള്ളത് വാട്ടർ. അപ്പോൾ വാട്ടറിന് സോൾവെൻ്റ് എന്നും ഈ യെല്ലോ കളറിലുള്ള നമ്മൾ ഷുഗറിന്, പഞ്ചസാരനെ നമ്മൾ സൊല്യൂട്ട് എന്നും പറഞ്ഞു. ഇനി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് രണ്ടും മിക്സ് ആവുക. ഈ വെള്ളത്തിൽ നമ്മൾ പഞ്ചസാര മിക്സ് ആയി കഴിഞ്ഞാൽ ഷുഗർ സൊല്യൂഷൻ കിട്ടും. ഇനി ഉപ്പാണ് ഇടുന്നത് എന്ന് വെച്ചാൽ അവിടെ സോൾട്ട് സൊല്യൂഷനാണ് കിട്ടുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുന്ന ആദ്യം പാത്രത്തിൽ എടുക്കുന്ന വാട്ടറിനെ നമ്മൾ സോൾവെൻ്റ് എന്ന് വിളിക്കും. അതിലോട്ട് എന്താണോ നമ്മൾ ആഡ് ചെയ്യുന്നത് അതിനെ നമ്മൾ സൊല്യൂട്ട് എന്ന് പറയും. അത് അതിൽ മിക്സ് ആയി കഴിഞ്ഞാൽ അതിനെ സൊല്യൂഷൻ എന്ന് പറയും. ഓക്കെ, ഇനി ഈ ഒരു ടേബിൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഉള്ളത്. ഫസ്റ്റ് കോളത്തിൽ സൊല്യൂഷൻ, അതുപോലെ സൊല്യൂട്ട്, സോൾവെൻറ്റ്. മിസ് ഓൾറെഡി പറഞ്ഞു അല്ലേ, വാട്ടർ എല്ലായ്പ്പോഴും സോൾവെൻ്റ് ആയിരിക്കും. ഇനി എന്താണോ അതിലോട്ട് ആഡ് ചെയ്യുന്നത് അതിനെ നമ്മൾ സൊല്യൂട്ട് എന്ന് വിളിക്കും. ഇപ്പോൾ ഷുഗർ സൊല്യൂഷൻ, പഞ്ചസാര വെള്ളം ഉണ്ടാക്കണമെങ്കിൽ വാട്ടറിലോട്ട് ഷുഗറാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഷുഗർ സൊല്യൂട്ടും സോൾവെൻറ്റ് വാട്ടറും, സൊല്യൂഷൻ ഷുഗർ സൊല്യൂഷൻ. ഇനി സോൾട്ട് സൊല്യൂഷൻ, ഉപ്പുവെള്ളത്തിലെ സൊല്യൂട്ട് സോൾട്ടാണ്, അതുപോലെ സോൾവെൻ്റ് ആണ് അവിടുത്തെ വാട്ടർ. ഇനി സോഡ വാട്ടർ, സോഡ വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡാണ് നമ്മൾ വാട്ടറിലോട്ട് ആഡ് ചെയ്യുന്നത്. ബബിൾസ് വരാൻ കാരണം കാർബൺ ഡൈ ഓക്സൈഡാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സൊല്യൂട്ട് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഇനി പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷനിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂട്ടും വാട്ടർ സോൾവെൻറ്റും. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂട്ടും വാട്ടർ സോൾവെൻറ്റും. അപ്പോൾ ഇങ്ങനൊരു ടേബിൾ നിങ്ങൾക്ക് തന്നിട്ട് അതിൽ ചില ഭാഗങ്ങൾ മിസ്സിങ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ എന്താണോ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അത് വെച്ചിട്ടാണ് ബാക്കി ഐഡൻറ്റിഫൈ ചെയ്യുക. സോൾവെൻ്റ് എപ്പോഴും വാട്ടർ ആയിരിക്കും. സോൾവെൻ്റ് മിസ്സിങ് ആണെങ്കിൽ അത് ഡയറക്റ്റ് നിങ്ങൾക്ക് വാട്ടറായിട്ട് കൊടുക്കാം. ഇനി അതല്ല, ചിലപ്പം ഇപ്പോൾ സൊല്യൂട്ട് മിസ്സിങ് ആണ്, ഇപ്പോൾ സോൾട്ട് സൊല്യൂഷൻ്റെ സൊല്യൂട്ട് മിസ്സിങ് ആണ്, അതായത് ഈ സോൾട്ട് ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ സൊല്യൂഷൻ സോൾട്ട് സൊല്യൂഷൻ തന്നെ ചെയ്താൽ ഇവിടെ എന്താണ്, സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ അല്ലേ. അപ്പോൾ സോൾട്ട് സൊല്യൂട്ടും വാട്ടർ സോൾവെൻറ്റും. അതുപോലെ ഷുഗർ സൊല്യൂഷനിൽ ഷുഗർ സൊല്യൂട്ടും വാട്ടർ സോൾവെൻറ്റുമാണ്. പക്ഷേ അങ്ങനെ നമ്മൾ ഇതിൽ തന്നെ നോക്കിയിട്ട് എഴുതുമ്പോൾ നമ്മൾ സോഡ വാട്ടറിൽ നമ്മൾ എന്ത് ചെയ്തും, സൊല്യൂട്ട് സോഡ എന്ന് കൊടുക്കും, ഇതിൽ നിന്ന് എടുത്ത് എഴുതും. ഒരിക്കലും സോഡ വാട്ടറിലെ സൊല്യൂട്ട് സോഡയല്ല, കാർബൺ ഡൈ ഓക്സൈഡാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈ സൊല്യൂഷനിൽ നിന്ന് തന്നെ സൊല്യൂട്ടും സോൾവെൻറ്റും തിരിച്ച് അറിയാൻ പറ്റും. പക്ഷേ സോഡ വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡാണ് സൊല്യൂട്ട് എന്നുള്ളത് മക്കൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഈ ടേബിൾ 100% ഉറപ്പാണ്, എക്സാമിന് എന്തായാലും ഇത് വരും കേട്ടോ. ഓക്കെ.